ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇന്ത്യൻ പീനൽ കോഡാണ് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് സെക്ഷൻ 92 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 92 എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. എന്താണ്? ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഷോക്ക് അടിച്ച് നിൽക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ കാണുകയാണെ ഒരാൾക്ക് ഷോക്ക് അടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വേഗം പോയിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇയാൾ അടിക്കുകയാണ് അല്ലേ. വളരെ ശക്തമായിട്ട് ഇയാൾ അടിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അടിക്കുന്ന ആ ഒരു ശക്തി കാരണം ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ഒരു പരിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറ്റകരമല്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അതായത് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 92. മനസ്സിലായോ? അയാളുടെ സമ്മതമൊന്നും ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ ആ സമയത്ത് അടിക്കുക. അപ്പോൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന, നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 92. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യപ്പെടേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തൻ്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു കേസാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഒരാളുടെ ഗുണത്തിനായിട്ട് നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള രക്ഷകർത്താവോ മറ്റേതെങ്കിലും ആളോ ഇല്ലാതിരിക്കുക. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അത് ചെയ്യുന്ന വ്യക്തി ആ കുറ്റത്തിന് അപരാധിയാകുന്നതല്ല. മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഷോക്ക് അടിക്കുന്ന കേസാണെങ്കിലും അയാളുടെ സമ്മതമോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെയൊക്കെ സമ്മതം ഇല്ലാണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കാരണം ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തി ആ കുറ്റത്തിന് അപരാധിയാകുന്നതല്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് സെക്ഷൻ 92. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ് ആണ്. ഇനി നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ 90 വയസ്സിന് മീതെയായി കഴിയുമ്പോണ്ടല്ലോ, അത്യാവശ്യം നല്ല വയസ്സാവുമല്ലേ. അപ്പോൾ ആ ഒരു പ്രായമായി കഴിയുമ്പോൾ, ഓൾഡ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും. പക്ഷേ അവരുടെ സമ്മതം ഇല്ലാണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യുക അല്ല. വയസ്സായിട്ട് ഇപ്പോൾ തളർന്നു കിടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ സമ്മതം ഇല്ലാണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. സെക്ഷൻ 92, 90ക്ക് ശേഷം ഉള്ളൊരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 92. കിട്ടിയോ? ഇനി ഈ ഒരു സെക്ഷനകത്ത് ഡിഫെൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അതായത് മനഃപൂർവ്വം മരണത്തിന് കാരണമാകുന്നതോ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നല്ല ഉദ്ദേശത്തോടെ കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ശിക്ഷാർഹമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞല്ലേ. പക്ഷേ അതിന് പകരം മനഃപൂർവ്വം മരണത്തിന് കാരണമാകുന്നതോ ശ്രമിക്കുന്നതോ ആയ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് എക്സെപ്ഷൻ കേസായിട്ട് വരും. ഓക്കെ, അത് കുറ്റകരമാണ്. ചെയ്യുന്നയാൾ സ്വമേധയാ ഉപദ്രവം ഉണ്ടാക്കുകയോ ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക, അതും ഈ പറഞ്ഞ പോലെ എക്സെപ്ഷൻ കേസായിട്ട് വരും. ഇനി ഏത് കുറ്റത്തിനാണോ ഈ ഒഴിവാക്കൽ ബാധകമല്ലാതിരിക്കുന്നത് അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എക്സെപ്ഷൻ കേസായിട്ട് വരുന്നത് കേട്ടോ. സെക്ഷൻ 92 എക്സെപ്ഷൻ കേസ്. അപ്പോൾ എന്തായിരുന്നു സെക്ഷൻ 92? ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 92. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള സെക്ഷൻ 268 ആണ് കേട്ടോ. അതായത് പബ്ലിക് ന്യൂയിസൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരാൾ നിയമവിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ്. പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ഒരാൾ നിയമവിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ്. അതായത് പൊതുജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോൾ വളരെ ഉച്ചത്തിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെക്കില്ലേ, അങ്ങനെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നിയമവിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ 268 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുജന ശല്യം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും 200 രൂപയോളം പിഴശിക്ഷ ലഭിക്കാവുന്നതാണ് കേട്ടോ. എത്രയാണ്? 200 രൂപയോളം പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 268 പബ്ലിക് ന്യൂയിസൻസ്. ഇനി സെക്ഷൻ 268 എന്ന് പറയുന്നത് പബ്ലിക് ന്യൂയിസൻസ് ആണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറയാം കേട്ടോ. അത്ര നല്ല കണക്ഷനൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇപ്പോൾ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ബാറ്റ്സ്മാൻ ആദ്യം ഒരു 6 അടിച്ചു. 6 അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ബോൾ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ ജനലിൽ വന്ന് കൊണ്ടുവന്ന് വിചാരിക്കാം.
അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് അവർ പുറത്ത് വന്ന് ഒന്ന് നോക്കി പേടിപ്പിക്കും അല്ലേ, എന്നിട്ടൊരു താക്കീതൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും കളിക്കുകയാണ്, ഈ കുട്ടികൾ വീണ്ടും കളിക്കുക. രണ്ടാമത്തെ 6 അടിച്ചു. രണ്ടാമത്തെ 6ഉം ഈ പറഞ്ഞ പോലെ അതേ വീട്ടിൽ അവരുടെ ജനലയിൽ വന്നിടിച്ച് ആ ജനലൊക്കെ പൊട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റി? 8ൻ്റെ പണി കിട്ടി അല്ലേ. പബ്ലിക് ന്യൂസൻസ് ആണെന്ന് കണക്ട് ചെയ്യാമല്ലോ, 8ൻ്റെ പണി കിട്ടി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 2 പ്രാവശ്യം 6 അടിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. 2, 6, 8 എന്തായത്? പബ്ലിക് ന്യൂസൻസ് ആണ് അല്ലേ, അപ്പുറത്തെ വീട്ടുകാർക്ക് അത് പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തായാലും സെക്ഷൻ 268 എന്ന് പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ് ആണ്. അടുത്ത നമുക്ക് സെക്ഷൻ 269 നോക്കാം. എന്താ സെക്ഷൻ 269 പറഞ്ഞിട്ടുള്ളത്? നെഗ്ലിജൻറ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. ഇമ്പോർട്ടൻ്റ് ആണ്, ആ നെഗ്ലിജൻ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടെയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 269. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് മാസ്ക് വെക്കാണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുന്ന ഒരു സ്ഥലത്ത് പോയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ബാക്കിയുള്ളവരുടെ ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇയാൾ മാസ്ക് വെക്കാണ്ട് പോയിട്ടുള്ളത് മനഃപൂർവ്വമല്ല, അശ്രദ്ധ കാരണമാണ് കേട്ടോ. അതാണ് ഇതിനകത്തുള്ള കീവേഡ്, നെഗ്ലിജൻറ്റ് എന്നുള്ളൊരു കീവേഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 269 പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയൊക്കെ വരാം. ഓക്കെ, അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു ശിക്ഷ എന്ന് പറയുന്നത് കൊഗ്നിസൻ നേച്ചറാണ്. അതായത് വാറൻറ്റ് പോലും ഇല്ലാണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ സെക്ഷൻ 269 എന്ന് പറഞ്ഞാൽ നെഗ്ലിജൻറ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ ആളായിരിക്കും ഈ പറഞ്ഞ പോലെ മാസ്ക് വയ്ക്കാണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അസുഖം പടർത്തണേ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. തലതിരിഞ്ഞ ആൾ 6 നോക്കിയേ, 6നെ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടില്ലേ. അപ്പോൾ ആ 9, ആ 6ഉം 9ഉമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. തലതിരിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു അസുഖം സ്പ്രെഡ് ആക്കുന്നേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ശിക്ഷ നോക്കി 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്ത സെക്ഷൻ നോക്കാം, സെക്ഷൻ 270. സെക്ഷൻ 270 എന്താ പറഞ്ഞിട്ടുള്ളത്? മാലിഗ്നൻ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ കീവേഡ് ശ്രദ്ധിച്ചേ, മാലിഗ്നൻ്റ്. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ് മാലിഗ്നൻ്റ്. അതായത് വിദ്വേഷമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം എന്നൊക്കെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ സെക്ഷൻ 269 നമ്മൾ പറഞ്ഞില്ലേ, മാസ്ക് വെക്കാതെ പോകുന്നത് എന്താ അശ്രദ്ധ കാരണമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിനകത്ത് മനഃപൂർവ്വം ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് വെക്കാണ്ട് അവർക്ക് അസുഖം വ്യാപിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പോവുക. ആ ഒരു സെക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സെക്ഷൻ 270. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുറ്റകരമായിട്ടുള്ളൊരു ആക്റ്റാണ് എന്നുള്ളതാണ് സെക്ഷൻ 270 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മാലിഗ്നൻ്റ് ആണ്, മനഃപൂർവ്വമാണ്. അതായത് ജീവന് അപായകരമായുള്ള രോഗത്തിൻ്റെ പകർച്ച വ്യാപിപ്പിക്കുവാൻ ഇടയുള്ള വിദ്വേഷപൂർവ്വമായിട്ടുള്ള കൃത്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 270. ഇതും ഈ പറഞ്ഞ പോലെ കൊഗ്നിസൻ നേച്ചറാണ് കേട്ടോ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. അതായത് വാറൻറ്റ് പോലും ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ശിക്ഷ എന്ന് പറയുന്നത് 2 കൊല്ലത്തോളം ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ 2 കൊല്ലത്തോളം. അപ്പോൾ നമ്മുടെ സെക്ഷൻ 269 6 മാസമായിരുന്നു അല്ലേ. അപ്പോൾ അത് മനഃപൂർവ്വം അല്ലല്ലോ, ഇത് മനഃപൂർവ്വം ആയതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. കുറച്ചും കൂടെ കൂടുതലാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. 2 കൊല്ലത്തോളം ആവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ എന്നുള്ളതാണ് സെക്ഷൻ 270 ശിക്ഷയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കോഡിൻ്റെ ആവശ്യമില്ലല്ലോ. സെക്ഷൻ 269 നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചല്ലേ, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ മനഃപൂർവ്വമായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ നോക്കാം, സെക്ഷൻ 277. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അസുഖവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു ഓർഡറിൽ പഠിച്ചാൽ തന്നെ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. സെക്ഷൻ 277 പറഞ്ഞിട്ടുള്ളത് ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ ആണ്. ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ, അതായത് പൊതു നീരുറവയിലെയോ അല്ലെങ്കിൽ പൊതുജല സംഭരണിയിലോ ഒക്കെ ജലം ഉണ്ടല്ലോ അത് മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 277. പൊതു നീരുറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 277. അപ്പോൾ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഇതൊക്കെയാണ് ഇതിൻ്റെ ശിക്ഷയായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ മോശമായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 7 നടത്തേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 2 7 ഉണ്ട്, 2 7 7 എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 277 7 നടത്തേണ്ടി വരും മോശമായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ അതാണ് സെക്ഷൻ 277.
ഓക്കെ, അപ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ കണക്ഷൻസ് ഒക്കെ പറയുന്നത്. ചിലപ്പോൾ ഇതിനേക്കാളും നല്ല കണക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ പഠിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.